KSRTCയുടെ കൊറിയർ സർവീസ് 1 കോടി ലാഭത്തിൽ. മാസം ലഭിക്കുന്ന വരുമാനം കേട്ടാൽ ശരിക്കും ഞെട്ടും. കൊറിയർ സർവീസ് ആരംഭിച്ച് 1 വർഷം കൊണ്ട് 3.82 കോടി രൂപയാണ് നേടിയത്. 1 കോടിയോളം രൂപയാണ് ലാഭം. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി 2023 ജൂൺ 15-ന് സംസ്ഥാനത്തെ 45 ഡിപ്പോകളെയും തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനെയും നാഗർകോവിലിനെയും ബന്ധിപ്പിച്ച് ആരംഭിച്ച കൊറിയർ സർവീസ് പ്രവർത്തനം 1 വർഷമാകുമ്പോഴാണ് KSRTCയുടെ ഈ വമ്പൻ നേട്ടം. 2023 ജൂൺ 15-ന് കൊറിയർ ആൻഡ് ലോജിസ്റ്റിക് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ 1,95,000 രൂപ മാത്രമായിരുന്നു മാസ വരുമാനം. ഇന്ന് 45 ലക്ഷം പിന്നിട്ടതായി KSRTC കണക്കുകൾ വ്യക്തമാക്കുന്നു. കേരളത്തിൽ എവിടെയും 16 മണിക്കൂറിനകം കൊറിയർ എത്തിക്കുമെന്നാണ് KSRTC പറയുന്നത്. 4,32,000 കൊറിയറുകളാണ് 1 വർഷത്തിനിടെ KSRTC വഴി കൈമാറിയത്. ദിവസവും 2,200 ഉപഭോക്താക്കളെയാണ് പരസ്പരം ബന്ധിപ്പിക്കുന്നത്. ഉപഭോക്താക്കളുടെ പരാതി പരിഹരിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുമുണ്ട്. സ്വകാര്യ കൊറിയർ സർവീസുമായി താരതമ്യം ചെയ്യുമ്പോൾ KSRTC 30% നിരക്കിൽ കുറവുണ്ട്. ഈ സേവനം നിരവധി പേർ ഉപയോഗിക്കുന്നുമുണ്ട്. 1 കിലോഗ്രാം മുതൽ 120 കിലോഗ്രാം വരെ ഭാരമുള്ള സാധനങ്ങൾ പാഴ്സലായി അയക്കാൻ സാധിക്കും. ഇതിനായി ഡിപ്പോകളിലുള്ള കൗണ്ടറിൽ പാഴ്സൽ കൊറിയറുകൾ നൽകി പണം അടച്ചാൽ മതി.